ഷമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തിയായ ഒരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ഉരുകി വരട്ടെ. ഇനി ഇതാ നമ്മളതിലേക്ക് 1/4 ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു നുള്ള് അയമോദകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച മധുരക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓറഞ്ച് കളറുള്ള മധുരക്കിഴങ്ങാണ്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം. 2-3 പ്രാവശ്യം ഇളക്കി അടച്ചു കൊടുക്കുമ്പോഴേക്കും എല്ലാം ഒന്ന് വെന്ത് വരും. ഇതിപ്പോൾ ഇതാ മധുരക്കിഴങ്ങും പീസെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി പാലക് ചീര ചെറുതായിട്ട് മുറിച്ചതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി സെറ്റായി വന്നതിന് ശേഷം ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂണോളം കൃഷി ചെയ്ത മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഹെൽത്തിയായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.